അപ്പോൾ വീണ്ടും മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ഉഡായിപ്പ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നമ്പർ 1 വെടി വഴിപാട് താത്തയ്ക്കുള്ള മറുപടിയാണിത്. എന്താ മോളെ, നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലോ, മോൾക്ക് എന്താണ് ഇത്ര പ്രഷർ കയറുന്നത്? ഞങ്ങളൊക്കെ കൂളായിട്ടിരിക്കുന്നു. ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസുകൾ കാണാൻ കഴിയുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എനിക്കൊക്കെ എന്നെ പോലുള്ള കുറച്ച് ഇത്തരം വീഡിയോസുകൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ആശ്വാസം തരുന്ന ഒരു വീഡിയോയുമായിട്ട് നമ്മുടെ ഷെഫീന ബീഗം ഉടനെ തന്നെ വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർക്കിടെ ചാനലിൽ നോക്കിയാൽ തന്നെ അറിയാം, വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഇടവേളകൾ എടുത്തിട്ടാണ് അവരിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ലൈവ് വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ അവരതിൻ്റെ പിറകെയുള്ള ഒരു അന്വേഷണത്തിലാണ്, ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ കറക്റ്റ് വിവരങ്ങളുമായിട്ട് ഗുരുവായൂർ താത്ത ബസ് സ്റ്റാൻഡ് മോളെ നീ കാത്തിരിക്കൂ, നമ്മുടെ ഷെഫീന ബീബി താത്ത വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വെയിറ്റ് ആൻഡ് സീ. പിന്നെ നീ അവിടെ കിടന്ന് നന്നായിട്ട് പരക്കമ്പായി ഓടിപ്പടഞ്ഞിട്ട് നന്നായിട്ട് എന്തിനാണ് മോളെ നീ കരയുന്നത്? കരയാൻ മാത്രം ഇവിടെ വടി എടുത്തല്ലേ ഉള്ളൂ. വടി എടുക്കുമ്പോഴത്തേക്കും കരയാവോ? കാര്യങ്ങളിങ്ങ് പോരട്ടെ. നമ്മുടെ കേരളത്തിലെ ജനങ്ങളൊക്കെ ഇത് കണ്ടിട്ടൊന്ന് അർമാദിക്കട്ടെ, ആഘോഷിക്കട്ടെ. ഞാനും ഒന്ന് സന്തോഷിക്കാം. കാരണം തുടങ്ങി വെച്ചത് ഗുരുവായൂർ വെച്ചിട്ടാണല്ലോ. അപ്പോൾ എനിക്കതൊന്നും പെട്ടെന്ന് വിടാൻ പറ്റുമോ? നീ കമൻ്റ് ഇടുന്നവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർ അങ്ങ് പബ്ലിസിറ്റി ചെയ്തതുകൊണ്ട് ഇവിടെ കമൻ്റ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കോ ഒരു പുല്ലും തേങ്ങയും വരാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നീ ഇഷ്ടംപോലെ ചെയ്തോളൂ. പിന്നെ എനിക്ക് അസുഖമാണെന്ന് നീ പറയുമ്പോൾ നീ അതിനുള്ള തെളിവ് കൊണ്ടുപാടി. നിൻ്റെ അടുത്ത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാണ് അതിനുള്ള തെളിവ് എന്ന് നീ കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ ആ അസുഖം നിൻ്റെ വീട്ടിൽ ആർക്കാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിൻ്റെ ഉമ്മാക്ക്, അതായത് നിൻ്റെ ഉമ്മ പൂവിൻ്റെ അറ്റത്ത് മുട്ടുന്ന ഒരു മാലയിട്ട് നടക്കുന്ന ഒരു തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയല്ലേ, ആ സ്ത്രീയുടെ ആ മാല മുട്ടുന്ന സ്ഥലമില്ലേ, ആ പൂവ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ക്യാൻസർ ഇരിക്കുന്നത്. ആ ക്യാൻസർ ആയിരുന്നു നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ ബാപ്പയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ നിൻ്റെ ഉമ്മ ബാപ്പ 24 മണിക്കൂറും ജോലിക്ക് പോകുന്നതാണ് നീ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പോയ നേരത്ത് നിൻ്റെ ഉമ്മ കള്ളവെടി വെക്കാൻ പോയിട്ട് ഉണ്ടായ മുതലാണ് നീ. അതാണ് നീ ഇങ്ങനെ കിടന്നിട്ട് നാറ്റിക്കുന്നത്, നാറ്റക്കേസ്. ഇപ്പം നിൻ്റെ ഉമ്മാൻ്റെ പൂവിലാണ് ക്യാൻസർ എന്ന് മനസ്സിലായില്ലേ? അതാണ് നിനക്കുള്ള മറുപടി. പിന്നെ റോട്ടിൽ പട്ടികൾ കുരയ്ക്കുന്നത് കണ്ടിട്ട് ആരും പേടിച്ചോടിച്ചൊന്നും വീഡിയോ ചെയ്യാറില്ല. അപ്പം നിനക്ക് ഭയമില്ലാഞ്ഞിട്ടല്ലല്ലോ നീ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ പട്ടി കുരയ്ക്കുമ്പോൾ നീ ഓടിച്ചെന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോര കുറച്ചെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പേടിച്ചിട്ടല്ലേ നീ വീഡിയോ ചെയ്യുന്നത്? പേടിയില്ലെങ്കിൽ നീ എന്തിനാടി അതിനെതിരെ പ്രതികരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട്, പക്ഷെ ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. BP കൂടും മോളെ. BP കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് കൂളായിട്ടിരിക്കുക. മനസ്സിലായില്ലേ? ഞാനിവിടെ ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. ഷെഫീന ബീബി താത്തയുടെ വീഡിയോസിന് വേണ്ടി ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഓക്കെ, നീ ഫോട്ടോ വെച്ച് ഇഷ്ടം പോലെ ചെയ്തോട്ടോ, എനിക്കിത് സമ്മത. കാരണം എന്താണെന്നറിയോ, അങ്ങനെയെങ്കിലും കുറച്ച് പേര് അറിയട്ടടി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് വെടി വഴിപാട് താത്ത. നീ എന്താ വിചാരിച്ചത്? നീ വന്ന് പറയുന്നത് മുഴുവൻ ഈ ജനങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചു അതിനെതിരെ ഒരാളും പ്രതികരിക്കില്ല എന്ന് നീ അങ്ങോട്ട് കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തിളപ്പിച്ച് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി നിൻ്റെ ഉമ്മാടെ ആ പൂമലിരിക്കുന്ന ആ മാല മുട്ടുന്ന സ്ഥലമില്ലേ, അങ്ങനെ കാലിങ്ങനെ നമ്മൾ അകത്തി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പൂവ്, അവിടെയാണല്ലോ നിൻ്റെ ഉമ്മാക്ക് ക്യാൻസർ ഉള്ളത് അല്ലേ? ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് വെടി വഴിപാട് താത്തയുടെ ഉമ്മാടെ ക്യാൻസർ ഉമ്മാൻ്റെ പൂവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ പൂവിൻ്റെ ഉള്ളിൽ കഴുകി വൃത്തിയാക്കാനായിട്ട് ഈ തിളപ്പിച്ച വെള്ളം അങ്ങ് വാങ്ങിച്ച് ആ ചൂടോടുകൂടി ആ തിളച്ച വെള്ളം ഉമ്മാൻ്റെ ആ പൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സമാധാനം നിൻ്റെ ഉമ്മാക്ക് കിട്ടും. പിന്നെ നിൻ്റെ തന്ത ഗുരുവായൂരിൽ നടക്കൽ വന്ന് തലയ്ക്കെട്ടും കെട്ടി നിന്ന നിൻ്റെ ആ ഉണക്കക്കോല് തന്ത, ആ തന്ത അവരാതി മോനോടാണ് എനിക്ക് പറയാനുള്ളത്. എടാ നാറി,
നിന്റെ ഭാര്യ കള്ളവെടി വെക്കാൻ പോയിട്ടുണ്ടായ ഈ മുതലിനെ അടക്കിയിരുത്തണമെങ്കിൽ അവളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന വീട്ടിൽ ഭർത്താവ് വേണം. അതായത് നിന്റെ മരിമോനെ എങ്ങാണ്ട് വിട്ടിട്ട് അപ്പം എന്തൊക്കെയോ ചുറ്റിക്കളി. എടാ ഉണക്കക്കോല് തലക്കെട്ടുകാരൻ നാറി. അപ്പം നിന്റെ മരുമോൻ മിസ്സിങ് ആണ്. ഒന്നില്ലെങ്കിൽ മോളാണെന്ന് പറയുന്ന ഇവളുടെ കാര്യങ്ങൾ മരുമോൻ നോക്കണം, അതില്ല. അല്ലെങ്കിൽ നീ നോക്കണം, അതായത് വാപ്പയുടെ സ്ഥാനത്താണല്ലോ, അപ്പം നീ നോക്കണം. കാര്യം നിന്റെ ഭാര്യ കള്ളവടിക്ക് പോയിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും നീ നോക്കണം, അതും ഇല്ല. അപ്പ കുടുംബത്തെ ആണുങ്ങൾ കയറി മേയും. അപ്പം ഇപ്പം മേയുന്ന പൊട്ടു തൊട്ടവൻ്റെ ഒരു ബന്ധവും ഇല്ല, ഒരുവിധ ബന്ധവും ഇല്ല. എങ്ങാണ്ട് 12 കൊല്ലോ 10 കൊല്ലോ എങ്ങാണ്ടായിട്ടുള്ളൂ കണ്ടിട്ട്. ഫാമിലി തമ്മിൽ ഭയങ്കര അകൽച്ചയിലായിരുന്നത്രേ. ഫാമിലി കുടുംബത്തിലെ ആൾക്കാരായിട്ട് ഭയങ്കര അകൽച്ചയിലായിരുന്നു. അതായത് ഈ പറയുന്ന ഈ പൊട്ടു തൊട്ട നാറി, ഈ അണ്ടിക്ക് ഉറപ്പില്ലാത്തവൻ ഇവളുടെ ബന്ധുവല്ല എന്ന് നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ അണ്ടിക്ക് ഉറപ്പില്ലാത്ത ഈ പൊട്ടു തൊട്ടവൻ പിന്നെ ആരുടെ ബന്ധുവാണടി? ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഞങ്ങൾ അന്നം തിന്നുന്നവരല്ലേ. നീ കലിച്ചിട്ടും തുള്ളിയിട്ടൊന്നും കാര്യമില്ല. നിന്റെ ഭർത്താവല്ലാത്ത ഇപ്പോഴത്തെ ലൈസൻസ് ഇല്ലാത്ത പാപ്പാൻ, അതായത് നിന്നെ ഓടിക്കുന്ന ഇപ്പോഴത്തെ പാപ്പാൻ്റെ അണ്ടിക്ക് ഉറപ്പില്ലാഞ്ഞിട്ടാണ് നീ കിടന്ന് പൊളയ്ക്കുന്നത്. നല്ല നട്ടലുള്ള ആണിൻ്റെ കയ്യിൽ നിന്ന് ഒന്നങ്ങോട്ട് ഒരു പൊട്ടിക്കൽ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ സകല പൊളപ്പും തുള്ളലും കഴപ്പും മാറും. വീട്ടിൽ ഭർത്താവിനെ എങ്ങാണ്ട് നാട് കടത്തി ഒളിപ്പിച്ച് കിടത്തി തന്തപ്പടിയുമല്ല കുടുംബം നോക്കുന്നത്, ഏതാണ്ട് അന്യ ആണിനെ കയറ്റി വീട്ടിൽ താമസിപ്പിച്ചിട്ട് നിന്റെ പതിവ്രതത്തരം ശീലാവതിത്തരം നീ നാട്ടുകാരോടാണോ വിളിച്ചു പറയുന്നത്? നാട്ടുകാരെന്താ ബോധമില്ലാത്തവരോ? ഭർത്താവ് എന്ന് പറയുന്നത് പേരിന് മാത്രമേ ഉള്ളൂ, പേര് മാത്രം. എനിക്ക് ഭർത്താവുണ്ട്, ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ മക്കളുടെ തന്തയുടെ പേര് പറയിപ്പിക്കാൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പേര് അവിടെ നിന്ന് വിളിച്ചു പറയാൻ ആർക്കും പറ്റും. പക്ഷെ അത് കൊണ്ടൊന്ന് പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള കെൽപ്പോ കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് ചിലക്കരുതടി പടു. എൻ്റെ അമ്മച്ചി കൺട്രോൾ കേട്ടോടി. മരയൊന്തും മോറി. ഇപ്പം എന്തിനാ മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഹിന്ദുക്കളൊന്നും വരുന്നില്ലേ? അതുകൊണ്ടാണോ മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പം കൂടെ നിൽക്കുന്ന തായോളിയുടെ അണ്ടിക്ക് ഉറപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. റോഡുമ്മ പല പട്ടികളും കിടന്ന് കുരയ്ക്കും. ആ പട്ടികൾക്കൊക്കെ മറുപടിയായിട്ട് പോകുന്ന നിന്നെ പോലുള്ളവരെ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പട്ടിയുടെ കുരയ്ക്ക് ലേശ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇല്ല പെണ്ണേ ഞാൻ വീടില്ല, പൊന്നേ എന്നെ കൊന്നാലും പെണ്ണേ നിന്റെ പീടി വീടില്ല. വീട്ടില്ല മോളെ. കാരണം എന്താണെന്നറിയോ? അറിയോ നിനക്ക്? പറഞ്ഞുതരാം. 2024 ഓഗസ്റ്റ് മാസം 26 തുടങ്ങി വെച്ചതല്ലേ നീ? കണ്ടകശിനി കൊണ്ടേ പോവുള്ളൂ. എങ്ങനെ മൊഞ്ചത്തിയായി രാജാത്തിയായി നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ, നമ്മളുടെ സംഖ്യക്കുട്ടന്മാർക്കിടെ ഇടയിൽ വിരക്കി നടന്നവളാ നീ. അവരുടെയൊക്കെ ഒരു മൊഞ്ചത്തി അല്ലായിരുന്നു നീ? അവർക്കൊക്കെ നിന്നോട് മൊഹബത്തല്ലായിരുന്നോ? ഇപ്പം എന്താ ആർക്കും മൊഹബത്തില്ലയോ? പല ഹിന്ദു പുരാണ കഥകളിൽ പല ദേവന്മാരെയും ദേവിമാരെയും നശിപ്പിക്കാനായിട്ട് ഓരോ അവതാര ജന്മങ്ങൾ എടുത്ത് അസുരന്മാർ, അതിലൊരു ജന്മമാണ് നീ. അതാണ് ഗുരുവായൂരമ്പലം നടയിൽ കയറാൻ പറ്റിയത്. അങ്ങനെ ഗുരുവായൂരപ്പനെ നശിപ്പിക്കാൻ വന്ന നിനക്ക് ഗുരുവായൂരപ്പൻ തന്ന ശിഷ്യാണടി ഇത്. കിടന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ പ്രഷർ കൂട്ടണ്ട, മനസ്സിലായില്ലേ? BP കൂടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? പുന്നാരമോളെ, ഇപ്പം മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കാണാനില്ലല്ലോ. എന്തിനാ ഇത്രയും നിരാശ? വരട്ടെന്ന് നമ്മുടെ ഷെഫീന ബീബി അങ്ങ് ഇറങ്ങി കളിക്കട്ടെ, മതിച്ച് കുളം കലക്കി കുളിക്കട്ടെ. അത് കണ്ട് നമുക്കും അർമാദിച്ചാനന്ദിക്കാം. അവരൊറ്റയ്ക്ക് മതി ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ശീലമുള്ളൂ. പിന്നെ ഹെൽപ്പിന് വിളിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ ബൈ ചാൻസിനെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വിരോധം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പണിയാണ് ഇത്, മനസ്സിലായില്ലേ? വെരി 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 ഇൻട്രസ്റ്റിംഗ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ. ആഹാ, അടിപൊളി ജോബാണ്, ഇഷ്ടമാണടി എനിക്ക്. നിൻ്റെ അസ്ഥിവാരവും അടിയാധാരവും തോണ്ടിയെടുക്കാണ്ട് ഞങ്ങൾ കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടന്നിട്ട് എന്താടി കാര്യം? നിൻ്റെ അസ്ഥിവാരവും നിൻ്റെ അടിയാധാരവും തോണ്ടാൻ
ഈ കേരളത്തിൽ ആളില്ലെന്ന് വിചാരിച്ചോ? കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലടി. അപ്പോൾ അടിയാധാരം എടുക്കട്ടോ. പുരുഷു അനുഗ്രഹിക്കണം. ആറ്റുകാലമ്മച്ചി അനുഗ്രഹിക്കണം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് വെടിപ്പുര താത്തേ അനുഗ്രഹിക്കണം.